അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അബൂ മുവൈഹിബ റളിയല്ലാഹു അൻഹു, ഈ സഹാബിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം ഒരു മവാലിയായിരുന്നു, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോചിപ്പിച്ച ഒരുപാട് അടിമകളുണ്ട്. ആ അടിമകൾ മോചിപ്പിച്ചാലും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിദമ ചെയ്തുകൊണ്ട് പ്രവാചകന്റെ കൂടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു മവാലിയായിരുന്നു അബൂ മുവൈഹിബ. അദ്ദേഹം ഇതുപോലെ ഒരു യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെടുകയും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോചിപ്പിച്ചതാണ്. അഹ്ലു സുഫയിലെ അംഗമായിരുന്നു. അദ്ദേഹമാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകത്തെ എല്ലാം കൊണ്ടുപോയി അവർ സഞ്ചരിച്ചിരുന്ന സമയത്ത് ഒട്ടകത്തെ നിയന്ത്രിച്ചിരുന്നതല്ല. അപ്പോൾ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്ക് നടന്ന് രാത്രിയുടെ ഒരു നടുവിൽ വെച്ചുകൊണ്ട് ആ കൂരാക്കൂരിരുട്ടിൽ പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട്. അത് അബൂ മുവൈഹിബയുടെ കൂടെയാണ്. അദ്ദേഹം അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിൽ പോയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു സാക്ഷിയാണ്, അഥവാ ഉഹുദിൽ മരണപ്പെട്ട ആളുകൾക്ക് സാക്ഷിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദിലുള്ള ആളുകളോട് പറയുകയാണ്, മരണപ്പെട്ട ആളുകളോട് എനിക്ക് എൻ്റെ ഹൗദ് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് കാണാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഇനി കുറച്ച് ദിവസം ഞാൻ പറഞ്ഞ പോലെ മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മുവൈഹിബയോട് പറയാണ്, ഞാൻ ബഖീയിൽ പോയി ബഖീലുള്ള മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് എനിക്ക് പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഇനി എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് അർദ്ധരാത്രിയിലാണ് ഇവർ നടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു സീൻ ആലോചിച്ച് നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി അത്തരത്തിൽ പുറത്തു പോകുന്നത് ആ ഒരു സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ അബൂ മുവൈഹിബയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം പറയുന്നത്, യാ അഹ്ലൽ മഖാബിർ, സലാം പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഇപ്പോഴുള്ള കണ്ടീഷൻ, ഇപ്പോഴുള്ള അവസ്ഥ അത് നല്ലൊരു അവസ്ഥയാണ്, അഥവാ നിങ്ങൾക്ക് അറിയില്ല ഇനി വരാൻ പോകുന്ന അവസ്ഥ എന്താണെന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഫിത്തനുകളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി വരാൻ പോകുന്ന ഫിത്തനകളെ പ്രവചിക്കുക കൂടിയാണ് ഈ ഒരു ഹദീസിൽ ചെയ്യുന്നത്. ഇനി ഈ വരാൻ പോകുന്ന ഫിത്തന ഇരുട്ടിന്മേൽ ഇരുട്ടാണ് സംഭവിക്കുന്നത്. ഒരു ഇരുട്ടിന് ശേഷം വരുന്ന ഇരുട്ട് അതിലും ഭയാനകമാണ് എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതിന് ശേഷം അബൂ മുവൈഹിബയോട് തിരിച്ചു ചോദിക്കുകയാണ്, എനിക്ക് ഈ ഭൂമിയിലെ താക്കോൽ നൽകപ്പെട്ട്, അഥവാ ഈ ഭൂമി അവസാനിക്കുന്നത് വരെ ജീവിക്കുകയും എന്നിട്ട് സ്വർഗം ലഭിക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട്, അതോ അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോയി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് എത്താനുള്ള ചോയ്സ് ഉണ്ട്, ഞാൻ എന്താണ് ചോയ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ മുവൈഹിബ പറഞ്ഞത്, റസൂലെ അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്ക്, എന്നിട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോകും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ല, ഞാൻ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ റബ്ബിനെ കാണാം. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ മരണം അടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം ബഖീലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഈ സഹാബത്തിനെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.